അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ്. ഒപ്പീനിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്നത് സർവേ ആണ്. സർവേ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം സർവേ പലർക്കും ഫെയിലായി പോകാറുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ഈ കണ്ടിന്യൂറ്റി ഇല്ലായ്മയാണ്. കാരണം അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ അതിന് ഇപ്പം ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് ആൻസർ കൊടുക്കുന്നത്, അത് തന്നെ നമ്മൾ അടുത്ത തവണ ചോദിക്കുമ്പോഴും അതേ കറക്റ്റ് ആൻസർ കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ നോ എന്ന് ടൈപ്പ് ചെയ്യരുത്, എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സർവേ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായൊരു സൈറ്റാണ്. സൈറ്റ് ഏതാണെന്നും എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യണം, എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാം, എങ്ങനെയാണ് ഇതിൽ നിന്ന് വിഡ്രോവൽ ചെയ്യാൻ പറ്റുക എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് OPDay എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമ്മൾ സർവേ അറ്റൻഡ് ചെയ്യുക. സർവേ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ്. ഇവിടെ നമുക്ക് ബിഗിനേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് ഓർത്ത് എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ബിഗിനേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സൈറ്റാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ നോക്കിയാൽ ഫസ്റ്റിലെ തന്നെ അവർ കൊടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയെന്ന് കരുതുക. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് സർവേയുടെ ഓപ്ഷൻസാണ് ഇവർ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഇത്രയും സർവേസാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കും നമ്മുടെ സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേ ഓരോന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, നമുക്ക് ഒരു മിനിമം പോയിൻ്റ് എന്ന് പറയുന്ന 1000 പോയിൻ്റാണ്. 1000 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിൽ നിന്ന് എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതെങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതാണ് അവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 6 മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഉള്ളത്. 667 റുപ്പീസ് വരെ പെർ സർവേക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാത്രം മതി. എന്ന് വെച്ചാൽ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഹൗ ഡസ് ഇറ്റ് വർക്ക്, നമുക്കിതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. OPD ഈസ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ദാറ്റ് അലൗ യൂസേഴ്സ് ടു ടേക്ക് സർവേ ആൻഡ് ഷെയർ ദെയർ ഒപ്പീനിയൻ ടു ഏൺ റിവാർഡ്സ്. അപ്പം OPDay എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ ഈ ഇതിൽ ഓൺലൈനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്, നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനും, ക്യാഷ് ഏൺ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ്, സർവേയിലൂടെ നമ്മുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ് OPDay എന്ന് പറയുന്നത്. ഇത് പ്രോസസ്സ് ഈസ് സിമ്പിൾ. ഇതിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ മെയിൽ ID കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് സർവേ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിവാർഡ്സ് ഏൺ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. നോർമലി നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മെയിൽ ID കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിവിടെ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ബോണസ് പോയിൻ്റായിട്ട് 88.86 രൂപ കിട്ടുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനപ്പ് ചെയ്യുമ്പോൾ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഹൗസ് ഇറ്റ് വർക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അവർ അതിനകത്ത് കുറേ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏൺ ചെയ്യുന്ന റിവാർഡ്സ് നമുക്ക് എങ്ങനെ വിഡ്രോവൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ പേപ്പാൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതാണ്. മിനിമം നമുക്ക് എത്ര പോയിൻ്റ് ആയിരിക്കണം, 1000 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതാണ്. 1000 പോയിൻ്റ് എന്ന് പറയുമ്പോൾ
$10 $10 പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി 858 രൂപയാണ് കിട്ടുക. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടുന്ന് നിങ്ങൾക്ക് ഓരോ സർവേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അവിടെ എന്താണ് അക്കൗണ്ട് സെറ്റിങ്സ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ക്യാഷ് വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ രജിസ്ട്രേഷൻ ഫോർ ഫ്രീ എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അതല്ലാതെ $3 ലൈൻ കൊടുത്തിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മെയിൽ ID കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് വലിയ പഠിപ്പും വിവരത്തിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു സൈറ്റാണ്. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് പാലിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.